കളമശ്ശേരി നഗരസഭയിലെ ദുർഭരണത്തിനെതിരെ LDF നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് HMT കോളനിയിൽ ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാന് വൻ സ്വീകരണം നൽകി. കളമശ്ശേരി നഗരസഭയിലെ UDF ഭരണത്തിന്റെ 5 വർഷത്തെ നേട്ടം വികസന മുരടിപ്പും ദുർഭരണവും മാത്രമാണെന്നും വികസനത്തിൽ കൊച്ചിയും ഏലൂരും വൻ കുതിപ്പ് നടത്തുമ്പോൾ ഏത് പദ്ധതിയും നടപ്പിലാക്കാവുന്ന സാമ്പത്തിക നിലയുള്ള കളമശ്ശേരി എന്തേ തികച്ചു നിൽക്കുന്നു, ഒരു ശരിയായ വിലയിരുത്തൽ അനിവാര്യമായിരിക്കുകയാണെന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു. കളമശ്ശേരി നഗരസഭയിൽ നഗരസഭാ ഭരണത്തിനകത്ത് ഗുണപരമായ മാറ്റം ഉണ്ടാകണം എന്നതാണ്. നമ്മൾ കുറെ കാലമായി HMT കോളനിക്കാരോട് പറയുന്നു, നിങ്ങളുടെ നാടിനകത്തും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള, ഒന്നിലും കൈയിട്ട് വരാത്ത, കിട്ടുന്നത് നാട്ടിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു കൌൺസിലറെ തെരഞ്ഞെടുക്കണമെന്ന്. കഴിഞ്ഞ വട്ടം അത്തരത്തിലൊരു തീരുമാനം HMT കോളനി എടുത്തതിനകത്ത് എന്തെങ്കിലും നഷ്ടമുണ്ടായോ എന്ന് നിങ്ങൾ തന്നെ പറ. HMT കോളനിക്കകത്തുള്ള ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിപ്പിച്ച സഖാവ് റാണി രാജേഷിനെ ജയിപ്പിച്ചതുകൊണ്ട് മെച്ചമുണ്ടായോ, അതോ മുൻകാലത്തെ ഇരിക്കപ്പെണ്ണുങ്ങളെ പോലെ ഇരുന്നിരുന്ന ആണോ റാണി രാജേഷ് എന്ന് പറ. നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി. ഈ മാറ്റം കളമശ്ശേരിയിൽ ആകമാനം വരണമെന്നാണ് ഈ ജനമുന്നേറ്റ യാത്ര നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി പറയുന്നു, നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നീതിയുക്തമാകണം, നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ ശരിയുടെ പക്ഷത്ത് നിന്നാകണം. ആ ശരിയുടെ പക്ഷത്ത് നിന്ന് HMT കോളനിക്കാർ തീരുമാനിച്ചപ്പോ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ഈ പെരിങ്ങഴ വാർഡിനകത്തുണ്ടായി. നോക്കൂ, നിങ്ങൾ പൈപ്പ് ലൈൻ റോഡ് നിങ്ങൾ ഇങ്ങനെ എടുത്താൽ, ആ പൈപ്പ് ലൈൻ റോഡ് തോഷിബയുടെ അവിടെ നിന്ന് താഴേക്ക് വരുമ്പോ അവിടെ വ്യത്യസ്തമായ അനുഭവം ആ വാർഡിനകത്ത് ജനങ്ങൾക്കുണ്ടായി. 11ാം വാർഡിൽ ബഷീർ അയ്യമ്പ്രാത്തിനെ ജയിച്ചപ്പോ മനുഷ്യൻ നടക്കാവുന്ന നല്ല വഴിയുണ്ടായി. പൈപ്പ് ലൈൻ റോഡ് ഇൻസ്പെക്ഷൻ റോഡാണ്, അവര് പെട്ടെന്ന് തന്നെ അനുമതി തരില്ല. അവിടെ പാലം തകർന്നു വീണപ്പോ 46 ലക്ഷം രൂപ ചെലവഴിച്ച് മനോഹരമായ, ഇന്ന് വൈകുന്നേരം കുട്ടികൾ അവിടെ നിന്ന് പടമെടുക്കും, ചിത്രമെടുക്കാൻ വരും. അങ്ങനെ മനോഹരമായ ഒരിടം കളമശ്ശേരിക്കകത്ത് മറ്റൊരിടം കാണിച്ചു തരാൻ പറ്റൂ? ഒരു നഗരഭരണ സംവിധാനം എങ്ങനെയാകരുത് എന്നതിന്റെ നേർചിത്രമാണ് കളമശ്ശേരിയിലെ UDF ഭരണം. ഏത് പദ്ധതിയിലും തങ്ങളുടെ കീശ വീർപ്പിക്കുകയാണ് UDF ഭരണത്തിന്റെ ലക്ഷ്യം. നിരവധി തവണ പ്രതിപക്ഷവും മാധ്യമങ്ങളും തെളിവ് സഹിതം പുറത്തുകൊണ്ടുവന്നതാണെന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു. കളമശ്ശേരി നഗരസഭ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പൊതുയിടങ്ങളിലെ മാലിന്യ നിക്ഷേപം. ഇടത് ഭരണത്തിലുള്ള സമീപ നഗരങ്ങൾ മാലിന്യ സംസ്കരണത്തിന് പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ കളമശ്ശേരിയാകട്ടെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക്